ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം നിറഞ്ഞ നാമത്തിൽ ഇന്ന് ഈ ബൈബിൾ സ്റ്റഡിയിൽ പങ്കെടുക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ എളിയ സ്നേഹവന്ദനം. ബൈബിൾ പഠിക്കുവാൻ നിങ്ങൾ ഓരോരുത്തരും കാണിക്കുന്ന താല്പര്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തീർച്ചയായും ഈ തിരുവചനത്തിലെ സത്യങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൃപയാൽ മനസ്സിലാക്കി തരുന്നത് നമുക്ക് പരസ്പരം പങ്കുവയ്ക്കുവാനും പഠിക്കുവാനും അത് റെക്കോർഡ് ചെയ്ത് വരും തലമുറകൾക്ക് വേണ്ടി സൂക്ഷിച്ചു വയ്ക്കുവാനും കർത്താവ് തരുന്ന ഈ ഭാഗ്യ അവസരം ഞാൻ എൻ്റെ കർത്താവിനോട് നന്ദി ഉള്ളവനായി നിന്നുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ ഈ തിരുവചനം കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെട്ടുകൊണ്ടും പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തിൽ ആശ്രയിച്ചുകൊണ്ടും ഞാൻ ഈ തിരുവചനം സംസാരിക്കാൻ തുടങ്ങുകയാണ്. ബൈബിൾ പഠിക്കുക, സ്തോത്രം. അതൊരു അക്ഷരത്തിൻ്റെ പഠനമായിട്ടല്ല. ഇതിൻ്റെ ചരിത്രവും ഇതിൻ്റെ കാലഘട്ടങ്ങളും ഇതിൻ്റെ അങ്ങനെയുള്ളതായ കുറേ ശാസ്ത്രീയമായോ തിയോളജിക്കലായി മാത്രമോ ഉള്ള ഒരു സ്റ്റഡിയല്ല. എന്നാൽ എല്ലാം ഉണ്ട്. എല്ലാത്തിലുപരി പരിശുദ്ധാത്മാവ് ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമുക്ക് എന്താണോ ഈ തിരുവചനത്തിലൂടെ തരുവാൻ ആഗ്രഹിക്കുന്നത്, ആ ആത്മീയ മർമ്മങ്ങളും അനുഭവങ്ങളും ലഭിക്കണം. അതെനിക്ക് ലഭിക്കണം, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കണം എന്നുള്ളതാണ് ഈ ബൈബിൾ ക്ലാസ്സിൻ്റെ ഉദ്ദേശവും താല്പര്യവും, അതിൻ്റെ ലക്ഷ്യവും. പരിശുദ്ധാത്മാവ് എന്ന വിഷയമാണ് കർത്താവ് കൃപയാൽ കഴിഞ്ഞ ഏതാണ്ട് 1.5 വർഷത്തോളമായി ഈ ബൈബിൾ ക്ലാസ്സിലേക്ക് വിഷയമായി തന്നിരിക്കുന്നത്. അതൊരു ഭാഗ്യമായി, അതൊരു കർത്താവിൻ്റെ നടത്തിപ്പായി ഞാൻ കരുതുകയും അത് പരിപാവനമായി പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ളതായ ഈ ശുശ്രൂഷ പരിപാവനമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പരിശുദ്ധാത്മാവ് എല്ലാ നൽവരവും തരട്ടെ എന്നാണ് എൻ്റെയും പ്രാർത്ഥന. നിങ്ങളും എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കൂ. അപ്പോസ്തലനായ പൗലോസ് ഓരോ സമയത്തും ദൈവത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുന്ന സമയത്തെല്ലാം സ്വന്തമായി പ്രാർത്ഥിച്ചിരുന്നു, മറ്റുള്ള വിശ്വാസികളോടും വിശുദ്ധന്മാരോടും പ്രാർത്ഥനയ്ക്ക് വേണ്ടി അപേക്ഷിച്ചിരുന്നു. ഇപ്രകാരം വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു: ഞാൻ ചങ്ങല ധരിച്ച് സ്ഥാനാപതിയായി സേവിക്കുന്ന സുവിശേഷത്തിൻ്റെ മർമ്മം പ്രാഗൽഭ്യത്തോടെ അറിയിക്കേണ്ടതിനും ഞാൻ വായ് തുറക്കുമ്പോൾ എനിക്ക് സ്വർഗത്തിൽ നിന്ന് വചനം ലഭിക്കേണ്ടതിനും നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പീനെന്ന്. അതേ പ്രിയരെ, വചനം പറയുകയോ ഏതെങ്കിലും ആത്മീയ ശുശ്രൂഷയോ ചെയ്യുന്ന ആ ഒരൊറ്റ ആൾ മാത്രമല്ല, ആ കൂടിയിരിക്കുന്ന വിശ്വാസികൾ, ആ ശുശ്രൂഷ അനുഭവിക്കുന്ന ദൈവമക്കൾ എല്ലാവരും പ്രാർത്ഥിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ അത് റിസീവ് ചെയ്യുമ്പോഴാണ്, ആ ഒരു നല്ല റിസീവിങ് മെൻറ്റാലിറ്റിയോടെയും പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിൽ ഇരിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവിൻ്റെ ഫ്ലോ, ഒഴുക്കുണ്ടാകുന്നത്, വചനത്തിൻ്റെ വെളിപ്പാടുണ്ടാകുന്നത്. ഒരുപക്ഷെ പരിശുദ്ധാത്മാവിന് ചില കൃപാവരങ്ങൾ പോലും ജ്വലിച്ച് ഇറങ്ങുന്നത്, സ്വർഗത്തിൽ ചില ദൂതകൾ കർത്താവ് തരുന്നത്. ഇങ്ങനെ എത്ര അത്ഭുതങ്ങളാണ് നമ്മുടെ കർത്താവ് നമ്മുടെ മധ്യത്തിൽ ശുശ്രൂഷകൾ നടക്കുമ്പോഴും അതിനു മുമ്പും അതിന് ശേഷവും എല്ലാം കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വരാം. ഇന്ന് 25ാമത്തെ എപ്പിസോഡാണ്. ഓരോ ആഴ്ചയും ഓരോ എപ്പിസോഡ്. എല്ലാ വെള്ളിയാഴ്ചയും മൂവാറ്റുപുഴ ടൗണിനോട് ചേർന്ന് KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു 200-250 മീറ്റർ MC റോഡിലൂടെ കോട്ടയം റൂട്ടിൽ യാത്ര ചെയ്താൽ അവിടെ ചേർന്നാണ് പീസ് മൗണ്ട് ഇൻ്റർനാഷണൽ മിനിസ്ട്രിയുടെ പ്രാർത്ഥനാ ഹാള്. അവിടെ എല്ലാ വെള്ളിയാഴ്ചയുമായിട്ട് 6 മണി മുതൽ 8 മണി വരെ 2 മണിക്കൂർ ബൈബിൾ സ്റ്റഡിയുണ്ട്. അതിൽ ആദ്യത്തെ ഒരു മണിക്കൂറോളം പാട്ടുകളും വർഷിപ്പുകളും ബൈബിൾ വാക്യങ്ങൾ കാണാതെ പഠിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ശുശ്രൂഷകളാണ്. എന്നാൽ 1 മണിക്കൂർ ബൈബിൾ ക്ലാസ് ഉണ്ട്. എന്നാൽ അതിൽ സംബന്ധിക്കാൻ പറ്റാത്തവർക്ക് ഇവിടെ ഹാളിൽ വന്നിരുന്ന് സംബന്ധിക്കാം. സൂമിലൂടെ ഈ ശുശ്രൂഷ ബൈബിൾ ക്ലാസ് ഉണ്ട്. ഇതും കൂടാതെ അതിനൊന്നും കടന്നു വരാൻ സാധിക്കാത്തവർക്കും ഏത് സമയത്ത് കാണുവാൻ തക്കവണ്ണമാണ് യൂട്യൂബിലൂടെ എല്ലാ വെള്ളിയാഴ്ചയും ഞങ്ങളിത് അപ്ലോഡ് ചെയ്യുന്നത്. ദൈവനാമോത്തപ്പെടെ നമുക്ക് തിരുവചനത്തിലേക്ക് ബൈബിൾ സ്റ്റഡിയിലേക്ക് പ്രവേശിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 61-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കൊണ്ട് യഹോവയായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഇരിക്കുന്നു. പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ ഉണ്ട് എന്നാണ് ഇവിടെ പ്രവാചകനിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നത്. ഇത് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ളൊരു വാഗ്ദത്തവും
കർത്താവായ യേശുക്രിസ്തു ജനിക്കുന്നതിന് ഏതാണ്ട് 750 വർഷം മുമ്പുള്ളതായ യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയെക്കുറിച്ചുള്ളതായ ഒരു മുൻ നിയമനവും ഒരു പ്രവചനവുമാണ്. എന്നാൽ അത് യേശുക്രിസ്തുവിന് വേണ്ടി മാത്രമുള്ളതായിട്ട് വേർതിരിക്കാതെ യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഓരോ ദൈവമക്കൾക്കും കർത്താവ് കൊടുക്കുന്ന അനുഭവവും കർത്താവ് പരമേൽപ്പിക്കുന്ന ചില ദൗത്യവുമാണ് ഇതിൽ വെളിപ്പെട്ടത് നിൽക്കുന്നത്. എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവയെ അഭിഷേകം ചെയ്തിരിക്കുന്നുണ്ട്. യഹോവയായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലിരിക്കുന്നു. പ്രത്യേകിച്ച് വ്യാഖ്യാനങ്ങളൊന്നുമില്ലാതെ മനസ്സിലാക്കാൻ കഴിയുന്ന വളരെ ലളിതമായ ഒരു പ്രവചനമാണത്. എളിയവരോട് സദ്വർത്തമാനം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് കർത്താവ് നമ്മെ അഭിഷേകം ചെയ്യുന്നത്. അതുകൊണ്ട് കർത്താവിൻ്റെ ആത്മാവിന് നമ്മുടെ മേൽ തരും. ശുശ്രൂഷയ്ക്കുള്ളതായ ഒരു നിയമനവും ശുശ്രൂഷയ്ക്ക് വേണ്ടി പരമേൽപ്പിക്കപ്പെടുന്നതായ പരിശുദ്ധാത്മാവിൻ്റെ നൽവരങ്ങളുമാണ് ഇവിടെ വെളിപ്പെട്ട് നിൽക്കുന്നത്. കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഇവിടെ ഈ വാക്യത്തോട് ചേർത്ത് അനേക കാര്യങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. അത് ഞാൻ പെട്ടെന്ന് നിങ്ങളെന്ന് വായിച്ച് കേൾപ്പിക്കാം. ഹൃദയം തകർന്നവരെ മുറിവേറ്റുവാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യം അറിയിപ്പാനും യഹോവയുടെ പ്രസാദ വർഷവും നമ്മുടെ ദൈവത്തിൻ്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കുവാനും ദുഃഖിതന്മാരെയൊക്കെ ആശ്വസിപ്പാനും സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമാലയും ദുഃഖത്തിന് പകരം ആനന്ദതൈലവും വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാടിയും കൊടുപ്പാനും അവൻ എന്നെ അയച്ചിരിക്കുന്നു. വളരെ ശക്തമായ ഒരു ദൈവിക ദൗത്യം, ഒരു മിഷനാണ് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. മിഷൻ വേണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപ വേണം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്യുന്നതിന് തൊട്ടു മുമ്പ് തൻ്റെ പ്രിയ ശിഷ്യന്മാരെ ചേർത്ത് നിർത്തിയിട്ട് പറഞ്ഞു, നിങ്ങൾ യെരുശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. എന്നാൽ അടുത്ത വേറൊരു വാക്യമാണത്. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിലും എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകണം. ഒരു ദൈവവേലയുടെ നിയോഗമാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 61-ാം അധ്യായത്തിൽ പ്രവാചകനായ യെശയ്യാവിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ശുശ്രൂഷ ചെയ്യണമോ പരിശുദ്ധാത്മാവ് വരണം. എന്നാൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് തൻ്റെ പ്രിയ ശിഷ്യന്മാരോട് നേരിട്ട് പറഞ്ഞു, പരിശുദ്ധാത്മാവ് വന്നിട്ടേ നിങ്ങൾ സാക്ഷികളായി ഇറങ്ങാവൂ. അവിടെയും പറയുന്നത് ഈ ദൈവവേലയ്ക്ക് ഇറങ്ങുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവിൻ്റെ കൃപയും നൽവരവും അനുഗ്രഹങ്ങളും കൃപയും എല്ലാം നമുക്ക് വേണമെന്ന്. അതേ പ്രിയരെ, പരിശുദ്ധാത്മാവില്ലാതെ ചെയ്യുന്ന പ്രവർത്തനങ്ങളും പരിശുദ്ധാത്മാവില്ലാതെ ചെയ്യുന്ന ശുശ്രൂഷകളും പരിശുദ്ധാത്മാവില്ലാതെ ചെയ്യുന്ന പ്രസംഗങ്ങളും എല്ലാം വ്യർത്ഥമാണ്. കാരണം നാം പറയുന്ന ഈ വാക്കിൻ്റെ അർത്ഥമോ വാക്കിൻ്റെ ആഴമോ വാക്കിൻ്റെ ശക്തിയോ അല്ല, അതിനപ്പുറം വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ് ജനത്തെ തൊടുന്നതും ജനത്തിന് രൂപാന്തരം കൊടുക്കുന്നതും. ആന്തരിക രൂപാന്തരം. കർത്താവിന് സ്തോത്രം. ദൈവനാമം മഹത്വപ്പെടട്ടെ. ഈ പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഏതെല്ലാം ശുശ്രൂഷകൾ വെളിപ്പെടുമെന്നാണ് ഇവിടെ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത്, രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ഓരോന്നായി ചിന്തിക്കാം. എളിയവരോട് സദ്വർത്തമാനം അറിയിക്കുക. കർത്താവിന് സ്തോത്രം. സദ്വർത്തമാനം അത് ഗുഡ് ന്യൂസാണ്, അത് സുവിശേഷമാണ്. എന്താണ് സുവിശേഷം? സുവിശേഷം ഒന്നേ ഉള്ളൂ, അത് ക്രിസ്തുവാണ്. കർത്താവിന് സ്തോത്രം. ആദ്യമായി സുവിശേഷ സന്ദേശം പറഞ്ഞത് സ്വർഗീയ ദൂതന്മാരാണ്. ആരോടാണ് പറഞ്ഞത്? ആട്ടിടയന്മാരോടാണ്. എവിടെ വെച്ചാണ് പറഞ്ഞത്? ആടിനെ മേയിച്ചുകൊണ്ട് മലഞ്ചെരുവിൽ നിൽക്കുമ്പോഴാണ്. കർത്താവിന് സ്തോത്രം. എപ്പോഴാണ്? സമയം എപ്പോഴാണ്? രാത്രിയിലാണ്. സ്തോത്രം. എന്താണ് അവർ പറഞ്ഞത്? അവർ പറഞ്ഞത്, സർവ്വജനത്തിനും ഉണ്ടാകാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. ക്രിസ്തു എന്ന രക്ഷിതാവ് നിങ്ങൾക്കായി ദാവീദിന്റെ പട്ടണത്തിൽ ജനിച്ചിരിക്കുന്നു. യേശുക്രിസ്തു ജനിച്ചിരിക്കുന്നു നമുക്ക് വേണ്ടി. അതാണ് സുവിശേഷം. വീണ്ടും അവിടെ കൊണ്ട് തീരുന്നില്ല സുവിശേഷം. യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചു നമുക്ക് വേണ്ടി, അതും സുവിശേഷത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ടും തീരുന്നില്ല. യേശുക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു, യേശു ഉയർത്തെഴുന്നേറ്റു, അതും സുവിശേഷമാണ്. എന്നാൽ അതുകൊണ്ടും തീരുന്നില്ല. ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു സ്വർഗാരോഹണം ചെയ്ത് ഇന്ന് പിതാവിൻ്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി മധ്യസ്ഥം അടച്ചുകൊണ്ട് നിൽക്കുന്നു, അതും സുവിശേഷത്തിൻ്റെ ഭാഗമാണ്. എന്നാൽ അതുകൊണ്ട് തീരുന്നില്ല. ഇനി എന്താണ്? യേശുക്രിസ്തു വീണ്ടും വരും, അതും സുവിശേഷത്തിൻ്റെ ഭാഗമാണ്. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അതാകുന്നു എൻ്റെ സുവിശേഷം എന്ന് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു. സുവിശേഷം ഒരു വ്യക്തിയാണ്, ഒരു തത്വസംഹിതയല്ല.
സുവിശേഷം. ഈ സുവിശേഷം എളിയവരോട് സദ്വർത്തമാനം അറിയിപ്പാൻ ദൈവത്തിൻ്റെ വചനം സ്വീകരിക്കുന്നവർ, ദൈവത്തിൻ്റെ വചനത്തോടൊരു ആദരവുള്ളവർ, വചനം കേൾക്കാൻ ദാഹമുള്ളവർ, അവരോട് സുവിശേഷം അറിയിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നൽകിയിരിക്കുന്നത്. ഒന്ന്, സുവിശേഷം അറിയിക്കാനാണ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം. രണ്ട്, ഹൃദയം തകർന്നവരെ മുറുകെട്ടുവാനും. തകർന്ന ഹൃദയങ്ങളായി കഴിയുന്ന അനേകർ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. തകർന്ന ഹൃദയങ്ങൾ, മുറിഞ്ഞ ഹൃദയങ്ങൾ, ഏറ്റവും പ്രിയപ്പെട്ട ഒരു മുറിച്ച ഹൃദയങ്ങൾ. ഞാൻ പറയുന്നത് ഒരു കത്തി കൊണ്ട് ഹൃദയം മുറിച്ചു എന്നല്ല. ചില വാക്കുകൾ കൊണ്ട്, ചില പെരുമാറ്റങ്ങൾ കൊണ്ട്, ചില സംസാര രീതികൾ കൊണ്ട്, ചില ആക്ഷേപ വാക്കുകൾ കൊണ്ട്, ഇങ്ങനെ പല രീതിയിൽ ഹൃദയത്തെ മുറിക്കുന്നതായ അനുഭവങ്ങൾ, ഹൃദയം മുറിഞ്ഞു കഴിയുന്ന അനേകർ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. ഭർത്താവിൻ്റെ ചില വാക്കുകൾ കൊണ്ട് ഹൃദയം മുറിഞ്ഞ ഭാര്യമാരുണ്ട്. ഭാര്യമാരുടെ ചില പ്രവർത്തികൾ കൊണ്ട് ഹൃദയം മുറിഞ്ഞ ഭർത്താക്കന്മാരുണ്ട്. അപ്പൻ്റെയും അമ്മയുടെയും ജീവിതം കണ്ട് ഹൃദയം മുറിഞ്ഞ മക്കളുണ്ട്. മക്കളുടെ വിവേകമില്ലാത്ത പ്രവർത്തനം കണ്ടിട്ട്, സ്നേഹമില്ലാത്ത പ്രവർത്തനം കണ്ടിട്ട് ഹൃദയം മുറിഞ്ഞു കഴിയുന്ന അനേകം മാതാപിതാക്കളുണ്ട്. ഇന്നത് കൂടിക്കൂടി വരുന്നു. പോറ്റി വളർത്തിയ കുഞ്ഞുങ്ങൾ മാതാപിതാക്കളെ എവിടെയോ തള്ളിക്കളഞ്ഞ് അവർ വിദേശ രാജ്യങ്ങളിൽ, എല്ലാവരും ആണെന്ന് ഞാൻ പറയുകയല്ല, പണമുണ്ടാക്കാൻ ഓടി നടക്കുന്നു. തങ്ങളുടെ മാതാപിതാക്കൾ എവിടെ? തങ്ങൾക്ക് ജന്മം തന്ന മാതാപിതാക്കൾ എവിടെ? അവർക്ക് സുഖമാണോ? അവർക്ക് സ്നേഹം കിട്ടുന്നുണ്ടോ? ഇതൊന്നും ചിന്തിക്കാതെ എവിടെയൊക്കെയോ കുറച്ച് പണം കൊടുത്ത് അങ്ങനെയാക്കി സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് നടക്കുന്ന, സ്വന്തം സുഖത്തിനനുസരിച്ച് നടക്കുന്ന അനേകം മക്കൾ. ഹൃദയം മുറിഞ്ഞു കഴിയുകയാണ് മാതാപിതാക്കൾ. എന്നാൽ ഈ ഹൃദയത്തെ മുറികെട്ടുവാൻ യേശുവിന് മാത്രമേ കഴിയൂ. മനുഷ്യന് അവരുടെ ഹൃദയത്തെ മുറിക്കാം, പക്ഷെ മുറികെട്ടാൻ യേശുവിനെ കഴിയൂ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾക്ക് ഒരു മനുഷ്യൻ്റെ ഹൃദയത്തെ മുറികെട്ടാൻ പറ്റുകയില്ല. മനുഷ്യന് സാധ്യമായ കാര്യമല്ലത്. നമുക്ക് ആശ്വസിപ്പിക്കാം, ഇല്ലേ? ആശ്വാസ വാക്കുകൾ പറയാം, പക്ഷെ മുറികെട്ടാൻ പറ്റുകയില്ല. മുറികെട്ടാൻ പരിശുദ്ധാത്മാവിനെ കഴിയും. അതുകൊണ്ട് നാം മനസ്സറിഞ്ഞ് ആരുടെ ഹൃദയത്തെ മുറിക്കരുത്. ഉള്ള കാലം സ്നേഹമായിട്ട് കഴിയും. എത്ര കാലമുണ്ട് പ്രിയരെ? കുറച്ച് കാലമല്ലേ ഉള്ളൂ ഈ ഭൂമിയിൽ. ആ ഉള്ള കാലം മറ്റുള്ളവരെ സ്നേഹിക്കുക, മറ്റുള്ളവരെ കരുതുക, മറ്റുള്ളവരുടെയും വേദനകൾ സ്വന്തം വേദനയായി ഏറ്റെടുക്കുക, മറ്റുള്ളവരുടെയും പ്രശ്നങ്ങൾ അതിൽ എത്രത്തോളം ഇടപെടാൻ നോക്കുക. ഇനി ഒന്നും സാധിക്കുന്നില്ല, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സ്തോത്രം. അങ്ങനെ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായി തീരുക. നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപ വരുമ്പോൾ മാത്രമേ നമുക്ക് ഹൃദയം മുറുകെട്ടാൻ പറ്റുകയുള്ളൂ. ഹൃദയം മുറുകെട്ടുവാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യം അറിയിപ്പാൻ. തടവറയിൽ കിടക്കുന്ന അനേകരുണ്ട്, ബന്ധനത്തിൽ കിടക്കുന്ന അനേകരുണ്ട്. അന്യായ ബന്ധനങ്ങൾ, പാപത്തിൻ്റെ ബന്ധനങ്ങൾ, രോഗത്തിൻ്റെ ബന്ധനങ്ങൾ, തിന്മയുടെ ബന്ധനങ്ങൾ, അനേകം ബന്ധനങ്ങളുണ്ട്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഒരുവൻ ഏതിനോട് തോൽക്കുന്നുവോ അതിനടിമപ്പെട്ടിരിക്കുന്നു എന്ന്. പാപത്തിൻ്റെ ബന്ധനങ്ങൾ, മദ്യപാനത്തിൻ്റെ ബന്ധനങ്ങൾ, പുകവലിയുടെയും മയക്കുമരുന്നിൻ്റെയും ബന്ധനങ്ങൾ, ആഭിചാരത്തിൻ്റെ ബന്ധനങ്ങൾ, മന്ത്രവാദത്തിൻ്റെ ബന്ധനങ്ങൾ, ഇങ്ങനെ ആയിരക്കണക്കിന് ബന്ധനങ്ങൾ ഈ ലോകത്തിലുണ്ട്. അല്ല, മനുഷ്യരിലുണ്ട്. ഈ ബന്ധനങ്ങൾ ചുമ്മാ ഇരുന്നാൽ പോവുകയില്ല. പ്രായം കൂടുന്തോറും എൻ്റെ ബന്ധനം അഴിഞ്ഞു പോക്കോളൂ എന്ന് പറയാൻ തന്നെത്താൻ അഴിയുന്നതാണോ ബന്ധനം? അല്ല പ്രിയരെ. ഈ ബന്ധനം അഴിക്കാൻ യേശു ക്രിസ്തുവിനെ കഴിയൂ, പരിശുദ്ധാത്മാവിനെ കഴിയൂ. അതുകൊണ്ടാണ് നിങ്ങൾ പരിശുദ്ധാത്മാവ് വ്യാപരിക്കുന്ന രംഗങ്ങളിൽ പോയി വചനം കേൾക്കണമെന്ന് പറയുന്നത്. ഇന്നതിന് പരിശുദ്ധാത്മാവ് വ്യാപരിക്കുന്ന രംഗങ്ങളെ പുച്ഛത്തോടെയും അറുപ്പോടെയും വെറുപ്പോടെയും ഞങ്ങളുടെ സഭയിൽപ്പെട്ടതല്ല, ഞങ്ങളുടെ സഭയോട് ചേർന്ന് നിൽക്കുന്നതല്ല, ഞങ്ങളുടെ സഭ മാത്രമാണ് ഇച്ചിരി നല്ലത്, മറ്റ് സഭകളൊക്കെ മോശമെന്ന് ചിന്തിക്കുന്ന പലരുമുണ്ട്. അത് പാടില്ല. പുരാതന സഭയെന്നോ നവീകരണ സഭയെന്നോ പറഞ്ഞ് ആരെയും നാം കുറ്റം വിധിച്ച് മാറ്റി നിർത്തരുത്. എല്ലാവരും ദൈവത്തിൻ്റെ കൈപ്പണികളാണ്. എല്ലാവരെയും ദൈവം സ്നേഹിക്കുന്നു. നാം മനുഷ്യരെ മാറ്റി നിർത്തരുത്, വിധിച്ച് മാറ്റി നിർത്തരുത്. കർത്താവിന് സ്തോത്രം. ഏതെങ്കിലും ഇന്ന സഭയിലാണ് ഒരു വ്യക്തി എന്നുള്ളതുകൊണ്ട് നാം മാറ്റി നിർത്തരുത്. അത് ദൈവം വെറുക്കുന്ന പാപമാണത്. ദൈവം ദുഃഖിക്കുന്ന പാപമാണ്. ഒരാളെ സഭ പറഞ്ഞോ, മതം പറഞ്ഞോ, ജാതി പറഞ്ഞോ, കക്ഷി പറഞ്ഞോ, ഭാഷ പറഞ്ഞോ, നിറം പറഞ്ഞോ മാറ്റി നിർത്താൻ നമുക്ക് അധികാരമില്ല. കാരണം അവരെല്ലാം ദൈവത്തിൻ്റെ കൈപ്പണിയാണ്. ദൈവത്തിൻ്റെ കൈപ്പണിയായ മനുഷ്യരെ സ്നേഹിക്കുക, അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. പോകട്ടെ പ്രിയരെ, അനേകർ ബന്ധനത്തിൽ കഴിയുന്നു. ബന്ധനത്തിലിരിക്കുന്നവർക്ക് സ്വാതന്ത്ര്യം, തടവുകാർക്ക് വിടുതൽ, മാത്രമല്ല യഹോവയുടെ പ്രസാദവർഷവും. ദൈവത്തിൻ്റെ പ്രസാദവർഷം. എന്താണ് പ്രസാദവർഷം? ഏത് പാപിക്കും രക്ഷയുണ്ടെന്ന്. ഏത് പാപിയും ഇന്ന് ഈ കൃപായുഗത്തിൽ യേശുക്രിസ്തുവിൻ്റെ അരികിലേക്ക് വന്നാൽ അവർക്ക് രക്ഷയുണ്ട്. എത്ര പാപം വന്നവരാണെങ്കിലും, എത്ര ഹീനകൃത്യങ്ങൾ ജീവിതത്തിൽ വന്നവരാണെങ്കിലും, എത്ര തിന്മയോ ഏതെല്ലാം ദൈവം ദുഃഖിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ വന്നെങ്കിലും
ഏതെല്ലാം കഠിനപാപങ്ങൾ വന്നെങ്കിലും യേശുവിൻ്റെ അടുക്കിലേക്ക് വന്ന് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് എന്നേക്കുമായി പാപത്തോട് യാത്ര പറഞ്ഞാൽ യേശു കഴുകിത്തരും എന്നുള്ള സദ്വർത്തമാനം യഹോവയുടെ പ്രസാദവർഷം പ്രസിദ്ധമാക്കേണ്ടതാണത്, പ്രൊക്ലെയിം ചെയ്യേണ്ടതാണത്. പരിശുദ്ധാത്മാവ് വരുമ്പോഴേ അതിന് സാധിക്കുകയുള്ളൂ. പരിശുദ്ധാത്മാവ് വരുമ്പോഴാണ് നമ്മിലൂടെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ച് ഈ രക്ഷയുടെ സന്ദേശം, രക്ഷയുടെ സുവിശേഷം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ കഴിയും. പ്രസാദവർഷം പ്രസിദ്ധമാക്കുവാൻ മാത്രമല്ല, ദൈവത്തിൻ്റെ പ്രതികാര ദിവസം പ്രസിദ്ധമാക്കുവാൻ. പ്രസാദവർഷം കൈക്കൊണ്ടില്ലെങ്കിൽ പ്രതികാര ദിവസം ഉണ്ടെന്ന് ജനത്തെ അറിയിക്കണം. പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തുന്ന പരിശുദ്ധാത്മാവ് ഈ പ്രസാദകാലത്ത് ദൈവത്തെ കണ്ടെത്തി ഈ രക്ഷാ ദിവസത്തിൽ ദൈവത്തെ അംഗീകരിച്ച് ദൈവത്തെ ജീവനുള്ള ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് അങ്ങനെ ഒരു രക്ഷയുടെ അനുഭവത്തിലേക്ക് വരണം. വന്നില്ലെങ്കിൽ ഒരു പ്രതികാര ദിവസം കാത്തിരിക്കുന്നു എന്നുള്ളതായ ആ ദൈവിക സന്ദേശം അത് ജനത്തെ അറിയിക്കണം. പ്രതികാര ദിവസത്തെക്കുറിച്ച് പറയുന്നത് നെഗറ്റീവല്ല, ഒരു ന്യായവിധി ഉണ്ടെന്ന് ജനത്തെ അറിയിക്കേണ്ടതാണ്. ചിലതൊന്നും പറയുകയില്ല. ഇവിടുത്തെ കാര്യങ്ങളും സുഖവും സൗകര്യവും അനുഗ്രഹവും മാത്രം പറയും. ഓരോ പറയും, എല്ലാം പറയണം. സർവശക്തങ്ങളിലേക്ക് തിരിഞ്ഞാൽ അഭിവൃദ്ധി പ്രാപിക്കും, അത് പറയണം. ബാലസിംഹങ്ങൾ ഇരകിട്ടാതെ വിശന്നിരിക്കും. യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവരിയില്ലെന്ന് പറയണം. അപ്പോൾ തന്നെ പറയണം, മാനസാന്തരപ്പെടാൻ പറയണം. ഈ ഭൂമിയിലെ അനുഗ്രഹങ്ങൾ കൊണ്ട് മാത്രം തൃപ്തരായി ജീവിക്കരുത്, ആത്മീയമായി സമ്പന്നരാകാൻ പറയണം. നിത്യജീവന്റെ അവകാശം പ്രാപിക്കാൻ പറയണം. യേശുവിനെ രക്ഷിതാവും കൃത്യമായി സ്വീകരിക്കണമെന്നതിൻ്റെ ആവശ്യകത നാം ജനത്തിന് പറഞ്ഞു കൊടുക്കണം. യേശുവിനെ രക്ഷിതാവും കൃത്യമായി സ്വീകരിച്ച് പാപമോചനം പ്രാപിച്ചില്ലെങ്കിൽ ഈ ഭൂമിയിൽ മാറ്റപ്പെട്ടാൽ ഒരു പ്രതികാര ദിവസം നാം അഭിനയിക്കേണ്ടി വരുമെന്ന്, ഒരു ന്യായവിധി അഭിനയിക്കേണ്ടി വരുമെന്ന്, ഒരു നിത്യ നരകത്തിൻ്റെ അംശികളായി നാം തീരുമെന്നുള്ള സത്യം ജനത്തോട് പറഞ്ഞു കൊടുക്കണം. അതാണ് സത്യസുവിശേഷം. ഒന്നും മറച്ചു വെച്ചും മൂടി വെച്ചും മുഴിച്ചു വെച്ചും പറയരുത്. ഇതിനെല്ലാം ആവശ്യം പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ ഇതെല്ലാം സ്പോണ്ടേനിയസ് ആയിട്ട് പറയും. പ്രത്യേകിച്ച് നമ്മൾ എഴുതി വെച്ചോ, നമ്മൾ ചിന്തിച്ചോ, ഓർമ്മ വെച്ചോ ഒന്നും പറയണ്ട. നമ്മുടെ ഓരോ ശുശ്രൂഷകളിലും പരിശുദ്ധാത്മാവ് വ്യാപരിക്കുമെങ്കിൽ അവിടെ പ്രസാദ വർഷത്തെക്കുറിച്ചും പ്രതികാര ദിവസത്തെക്കുറിച്ചും പോരാ മുറിവ് ഉണക്കുന്ന ദൈവത്തെക്കുറിച്ചും ബദ്ധന്മാരെ വിടുതൽ കൊടുക്കുന്ന ദൈവത്തെക്കുറിച്ചും ഹല്ലേലൂയ ബന്ധനക്കാരുകളെ അഴിക്കുന്ന ജീവന ദൈവത്തിൻ്റെ പ്രവൃത്തിയെക്കുറിച്ചെല്ലാം പരിശുദ്ധാത്മാവ് പറഞ്ഞുകൊള്ളും. പരിശുദ്ധാത്മാവിന് നമ്മെ തന്നെ വിട്ടുകൊടുക്കുക, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഹല്ലേലൂയ. അങ്ങനെ ചെയ്താൽ പ്രതികാര ദിവസം പ്രസിദ്ധമാക്കുവാനും മാത്രമല്ല ദുഃഖിതന്മാരെയൊക്കെയും ആശ്വസിപ്പിക്കേണ്ടതിന് പരിശുദ്ധാത്മാവ് ആശ്വാസപ്രദനാണ്. ദുഃഖിച്ചിരിക്കുന്നവരെ ആശ്വസിപ്പിക്കും പരിശുദ്ധാത്മാവ്. സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമാരാ. സിയോനിൽ ദുഃഖിച്ചിരിക്കുന്നവർക്ക് വെണ്ണീറ് ചാരം, ദുഃഖത്തിന്റെ കയം, സ്തോത്രം. ദുഃഖത്തിന് പകരം ആനന്ദ തൈലം. കരഞ്ഞുകൊണ്ടിരിക്കുന്നു, പക്ഷേ ആനന്ദത്തിന്റെ തൈലം. വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മയിലാടിയും കൊടുപ്പാൻ. നിരാശപ്പെട്ടും ഭാരപ്പെട്ടും തളർന്നിരിക്കുന്നവർ നാവിൽ സ്തുതി കൊടുക്കുന്നു. അവർ ആനന്ദത്തോടെ ആഘോഷത്തോടെ കർത്താവിനെ വാഴ്ത്തിപ്പാടി സ്തുതിക്കുന്നു. ഇതെല്ലാം നടക്കുന്നത് പരിശുദ്ധാത്മാവെന്ന ആ വ്യക്തി ഇറങ്ങി വരുമ്പോഴാണ്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ ഇതൊക്കെ ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ ഉണ്ടാകുകയില്ല. മനുഷ്യനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചാൽ ജനത്തിന് ആശ്വാസം കിട്ടുകയില്ല. മനുഷ്യൻ അഴിഞ്ഞു പോറുകയില്ല ഈ ബന്ധനങ്ങൾ. എല്ലാം മനുഷ്യരിലൂടെയാണ് ദൈവം പ്രവർത്തിക്കുന്നതെങ്കിലും പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവാണ്. എല്ലാവരിലും എല്ലാമായി പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവ്, ഒരാത്മാവ്, ഒരേ ഒരാത്മാവ്, അതാണ് പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് ഈ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക. എളിയവരോട് സദ്വാർത്തമാനം അറിയിപ്പാൻ യഹോവയായ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വ്യാപരിച്ചിരിക്കുന്നു. അഭിഷേകം എൻ്റെ മേൽ ഇരിക്കുന്നു. സ്തോത്രം. ആത്മാവിരിക്കുന്നു, അഭിഷേകമിരിക്കുന്നു. ഇതാണ് ഏറ്റവും ശ്രേഷ്ഠമായതും ബലപ്പെട്ടതും. സഹോദരീ സഹോദരങ്ങളെ, നമ്മുടെ ഈ കാലഘട്ടത്തിൽ നാം പ്രാപിക്കേണ്ടത് പരിശുദ്ധാത്മാവിനെയാണ്. കർത്താവിന് സ്തോത്രം. പരിശുദ്ധാത്മാവുണ്ടെങ്കിൽ എല്ലാമായി. പരിശുദ്ധാത്മാവുണ്ടെങ്കിൽ ഗൈഡൻസായി. പരിശുദ്ധാത്മാവുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള വചനമായി. പരിശുദ്ധാത്മാവുണ്ടെങ്കിൽ വ്യാഖ്യാനമായി. പരിശുദ്ധാത്മാവുണ്ടെങ്കിൽ കൃപാവരങ്ങളായി. പരിശുദ്ധാത്മാവുണ്ടെങ്കിൽ ആത്മഫലമായി. എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം പരിശുദ്ധാത്മാവാണ്. ഈ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താൻ തുടങ്ങുമ്പോൾ ഇന്ന് ഈ ബൈബിൾ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്ന എല്ലാവരോടും എനിക്ക് അറിയിക്കാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക, കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യുക. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക, കർത്താവ് തരുന്ന ശുശ്രൂഷകൾ ഏറ്റെടുത്ത് അത് സഭയുടെ ജനത്തിൻ്റെ ആത്മീയ പ്രയോജനത്തിനായി അത് ഉപകാരപ്പെടുത്തിക്കൊണ്ട് ശുശ്രൂഷ ചെയ്യുക. ഇതെല്ലാമാണ് ഭാഗ്യം.
നാം ഈ ഭൂമിയിൽ എന്തെല്ലാം നേടിയാലും എല്ലാം തീർന്നു പോകും. അവസാനം അയ്യോ ഒരാത്മാവിനെ പോലും രക്ഷിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നോർത്ത് നിരാശയോടെ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടാൻ നമുക്ക് ആർക്കും ഇടവരരുത്. ഉള്ള കാല യേശുവിന് കർത്താവിന് സ്തോത്രം. ആ ഒരു ചിന്ത കർത്താവ് ഉള്ളിൽ തന്നതുകൊണ്ടാണ് എല്ലാ ദിവസവും രാവിലെ 5:30 യൂട്യൂബിലൂടെ 10-12 മിനിറ്റ് ഞങ്ങൾ സുവിശേഷം അറിയിക്കുന്നു ലോകം മുഴുവൻ. കർത്താവിന് സ്തോത്രം. മൂവാറ്റുപുഴയിൽ പീസ് മൗണ്ട് ഇൻ്റർനാഷണൽ മിനിസ്ട്രിയിൽ എല്ലാ ഞായറാഴ്ചയും രാവിലെ 8 മണി മുതൽ 11:30 വരെ സൺഡേ മോർണിംഗ് വർഷിപ്പുണ്ട്. അതിനുശേഷം 11:30 മുതൽ 12:30 വരെ ഗ്ലിറ്ററിങ് കിഡ്സ് കുട്ടികൾക്കുള്ള ബൈബിൾ സ്റ്റഡിയുണ്ട്. എല്ലാ ഒന്നാമത്തെ ശനിയാഴ്ച രാവിലെ 9:30 മുതൽ 12:30 വരെ റേഡിയൻ വിമൻ എന്ന ലേഡീസിൻ്റെ പ്രത്യേക മീറ്റിംഗ് ഉണ്ട്. എല്ലാ മൂന്നാം വെള്ളിയാഴ്ചകളിലും രാത്രി പ്രെയറുണ്ട്, ഓൾ നൈറ്റ് പ്രെയറുണ്ട്. എല്ലാ രണ്ടാം ശനിയാഴ്ചകളിലും തുടർന്ന് ഏതാനും മാസങ്ങളിൽ ഓൾ ഡേ വർഷിപ്പുണ്ട്. കർത്താവിന് സ്തോത്രം. എല്ലാ മൂന്നാം ശനിയാഴ്ചകളിലും വീക്കെൻഡ് യൂത്ത് എന്ന യൂത്ത് വിങ്ങിൻ്റെ മീറ്റിംഗ് ഉണ്ട്. എല്ലാ നാലാം ശനിയാഴ്ചകളിലും ഡെലിവറൻസ് മീറ്റിംഗ് രാവിലെ 9 മണി മുതൽ 1 മണി വരെ ഉണ്ട്. ഇതെല്ലാം മീറ്റിങ്ങുകളാണ്. ഇതുകൂടാതെ വെളുപ്പിന് 4:30 എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രെയർ വാരിയേഴ്സ് ടീമുണ്ട്. കർത്താവിന് സ്തോത്രം. ദൈവമക്കളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പ്രെയർ ഡെസ്ക് എന്ന ഒരു ഡിവിഷനുണ്ട്. കർത്താവിന് സ്തോത്രം. നാട്ടിലൂടെയും ദേശങ്ങളിലൂടെയും നടന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രെയർ ട്രാവൽ പ്രോഗ്രാം നമുക്കുണ്ട്. ഇതെല്ലാം എന്തിനാണ് ചെയ്യുന്നത്? നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കൾ രക്ഷിക്കപ്പെടണം, കർത്താവിൻ്റെ വേല പരക്കണം. ആരോടും പൈസ വാങ്ങാൻ കൈ നീട്ടുന്നില്ല പ്രിയരെ. പൈസ ഉണ്ടാക്കലല്ല ഞങ്ങളുടെ ലക്ഷ്യം. ആരോടും ഒന്നും ഞങ്ങൾ അടിച്ചേൽപ്പിക്കുന്നില്ല. ജീവനുള്ള ദൈവത്തിൻ്റെ വചനം ഞങ്ങൾ സത്യസത്യമായി പ്രഖ്യാപിക്കുന്നു. ഞങ്ങൾക്ക് ഒരു സഭയോടും അകൽച്ചയില്ല. ഞങ്ങൾ എല്ലാവരെയും സ്നേഹിക്കുന്നു. കാരണം കർത്താവ് എല്ലാവരെയും സ്നേഹിക്കുന്നു. കർത്താവ് ആരെയും മാറ്റി നിർത്തുന്നില്ല. ഹല്ലേലൂയ. ക്രിസ്തുവിൻ്റെ സ്നേഹം ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങളെല്ലാവരെയും ബഹുമാനിക്കുന്നു, എല്ലാവരെയും ആദരിക്കുന്നു. യേശുവിൻ്റെ രക്തത്താൽ ലോകമെമ്പാടും വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ ഞങ്ങൾ ബഹുമാനിക്കുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലോകം മുഴുവൻ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷമായി ഓടി നടക്കുന്ന കർത്താവിൻ്റെ വേലക്കാരെ ഞങ്ങൾ ആദരിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ, എല്ലാ നന്മകളാലും നിറയ്ക്കട്ടെ, കൃപയിൽ പൊതിയട്ടെ. കർത്താവ് എല്ലാവർക്കും പരിശുദ്ധാത്മാവിൻ്റെ നൽവരം തന്ന് ഈ വലിയ ശുശ്രൂഷയ്ക്കായി എല്ലാവരെയും ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും അനുഗ്രഹിച്ചുകൊണ്ടും ഞാൻ വാക്കുകളെ നിർത്തുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. പ്രിയ സഹോദരി സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യങ്ങൾ ഞങ്ങളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ, അല്ല ഏതെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ, താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ, ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങൾ പ്രാർത്ഥനയോടെ ഇടപെടാം. കർത്താവ് നിങ്ങളേവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. സ്തോത്രം.